കാശ്മീരിലെ ഗുൽമർഗ് എന്ന് പറഞ്ഞ സ്ഥലം ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസാണിത്. സൗന്ദര്യം കൂടുതലുള്ള ടൂറിസ്റ്റ് പ്ലേസ്. വളരെയധികം ആൾക്കാർ വരുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ വരുന്നത് എപ്പോഴും ഒരു മാർച്ച് ഏപ്രിൽ സമയത്താണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ നല്ല മഞ്ഞുണ്ടായിരിക്കും. മഞ്ഞിന് ശേഷം നല്ല പച്ചപ്പായിരിക്കും. നല്ല പൂക്കളും ഒക്കെ വിരിഞ്ഞ് ഉദ്യാനങ്ങളും ഒക്കെ വളരെയധികം സുന്ദരമായ സ്ഥലമായിരിക്കും. പിന്നെ ആ മഞ്ഞും കാണാൻ നല്ല രസമുണ്ടായിരിക്കും. ഇപ്പം തന്നെ കാണുന്നുണ്ടാവും മലയുടെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് കാണുന്നില്ലേ, അത് ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുകയാണ് അതിൻ്റെ മുകളിൽ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. ഇപ്പോഴും സ്വെറ്ററും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ. തണുപ്പുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ് വീഴ്ചയുണ്ട് ഇവിടെ. ഇങ്ങനെ ഒരു ഡ്രിസിലിംഗ് പോലെ മഞ്ഞിങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നുണ്ട്. ഇതുണ്ടോ, ഇത് അവിടെ ഇങ്ങനെ മല കാണുന്നുണ്ട്. പിന്നെ ഇതാ അവിടെ ഇങ്ങനെ ചെറിയൊരു വീടുകൾ പോലെ കാണുന്നുണ്ടല്ലോ, അവിടെയാണ് കാശ്മീർ മിഷൻ എന്ന് പറഞ്ഞ പിക്ചർ ഷൂട്ട് ചെയ്തത്. ഈ ഇടയ്ക്ക് കാണുന്ന പച്ച നിറത്തിലുള്ള ബിൽഡിംഗ് ഉണ്ട്, ഇത് ഗോൾഫ് ക്ലബിൻ്റെ ബിൽഡിങ്ങാണ്. ഗോൾഫ് ക്ലബ്ബ്, ഇത് ഗോൾഫ് ക്ലബ്ബാണ്. അത് കഴിഞ്ഞാൽ ഈ കാണുന്നത് ഇതാണ്. ഈ താഴെ കാണുന്ന ബിൽഡിങ്ങുകളുണ്ടല്ലോ, ഇത് ഒക്കെ ഈ ട്രെയിനിങ്ങിൻ്റെ സ്ഥലമാണ്. ഗോൾഫ് ക്ലബ്ബ് പഠിപ്പിക്കാൻ വരുന്നവരിൽ അവർക്ക് താമസിക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ള ഇതാണ്. ഗവൺമെൻറ്റിൻ്റെയാണ് അതെല്ലാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ താഴെ ഈ പച്ച നിറത്തിലുള്ള ബിൽഡിംഗ് കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ താഴെ കണ്ടാണ് ഈ കാശ്മീർ മിഷൻ എന്ന് പറഞ്ഞ പിക്ചറിൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പിക്ചർ വേറെ ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ വന്നിട്ട് ഇവിടെ ഇത് അവിടെ മണ്ണിടിഞ്ഞ് വന്നിരിക്കുകയാണ്. മണ്ണിടിഞ്ഞ് വീണിട്ടുള്ള തന്നെയാണത്. ഇത് ഗവൺമെൻറ്റിൻ്റെയാണ്. ഗവൺമെൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ആർമിയുടെ ബിൽഡിങ്ങാണ് കാണുന്നത്, പിറകിൽ കാണുന്നത്. ഈ മൊത്തം സ്ഥലം ആർമിയുടെ അണ്ടറിലാണ്. ഇത് ആർമിയുടെ കൺട്രോളിലാണ് ഈ സ്ഥലം മുഴുവൻ. അപ്പോൾ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇത് ഇവിടുത്തെ പണ്ടുണ്ടായിരുന്ന മഹാറാണിക്ക് വേണ്ടി പണിത ഒരു അമ്പലമാണത്, ഈ അമ്പലം. പിന്നെ ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്. ഇതൊക്കെ താമസിക്കാൻ വേണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. ഇതെല്ലാം ഹട്ടുകൾ, ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. ഇത് ചെറിയൊരു ഗാർഡൻ ഇവിടെയുണ്ട്. ആൾക്കാർ ഗാർഡനിൽ എൻജോയ് ചെയ്യുന്നു. ഇതാണ് ആ ഗാർഡൻ. ഇന്ന് ഈദ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഇവർക്ക്. ഇവിടെ കണ്ടോ, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. മാക്സിമം കുതിരയാണ് ഉപയോഗിക്കുന്നത്. കാറിൽ പോകാൻ പറ്റില്ല, കുതിരയെ പുറത്ത് ഇറങ്ങി പോകണം. കാർ ഓടിക്കാനല്ല ഇവിടെ അല്ല അതിനകത്ത്.